I'm Shiny Naushad. Welcome to my channel Fain Maths Class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റീജേഴ്സ് ചാപ്റ്ററിലെ എക്സസൈസ് 1.4ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലേ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് ചെയ്യാം. 369 divided by dash is equal to 369. സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലേ? നമുക്കറിയാം ഏത് നമ്പറിന്റെ കൂടെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? 369 ആയിരിക്കും. അതായത് ആ സെയിം നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? ആൻസർ 1. പിന്നെ സൈൻ എങ്ങനെയാ നമ്മൾ നോക്കുന്നത്? ഇവിടെ പോസിറ്റീവ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിലും പോസിറ്റീവ് സൈൻ ആണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു നമ്പറിന്റെ സൈഡിൽ സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുത്തോണം എന്നുള്ളത്. അപ്പൊ ഇതെന്താണ്? ഇത് ഇവിടെ പോസിറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും പ്ലസ് കിട്ടുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ഇൻറ്റു പ്ലസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്ലസ് എന്ന് ആൻസർ കിട്ടുന്നത് അല്ലേ? ഇനി ഇപ്പൊ ഇത് മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെ ഡയറക്റ്റ് എഴുതാനായിട്ട് പറ്റുന്നത്. ഇനി കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് പാടായിരിക്കും. ഇത് വീക്കിനും ചെയ്യാം, ബ്രില്യൻറ്റ് സ്റ്റുഡൻസിനും ചെയ്യാം. രണ്ടുപേർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള എളുപ്പമുള്ള ഇതാണ്. പക്ഷെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് മനസ്സിൽ ചെയ്യാൻ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾക്ക് പാടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ മെത്തേഡ് വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്ലാത്ത കുട്ടികൾ ജസ്റ്റ് മനസ്സിലിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ സൈൻ തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 369 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് 369. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഈ ഡാഷിനെ ഉണ്ടല്ലോ അതിനെ എക്സ് ആയിട്ട് എടുക്കുക. കാരണം നമുക്ക് അറിയില്ല എന്താണ് ആ ഡാഷിനകത്തുള്ളതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അറിയാത്ത സംഗതിയെ ഞാൻ എക്സ് ആയിട്ട് ഇങ്ങ് എടുത്തു അല്ലേ? അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം. 369 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽസ് 369. കണ്ടോ? ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്? ഇവിടെ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാത്? എക്സ് ഇൻറ്റു 369 ഈക്വൽസ് 369. ഇനി ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ ആൻസർ 369. ഇതെന്താവും? ഡിവൈഡഡ് ബൈ 369. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിവിഷൻ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ ആൻസർ? 1. കണ്ടോ? ഇതല്ലേ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ സൈൻ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതേ ശരിക്കും ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഒക്കെ തെറ്റാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം വെപ്രാളത്തിൽ ചെയ്യുമ്പോൾ സൈൻ തെറ്റാൻ പാടില്ലല്ലോ. ഇതേപോലെ നമ്മളൊന്ന് സൈഡിലൊന്ന് പെട്ടെന്നൊന്ന് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈനിനകത്ത് യാതൊരു പ്രോബ്ലവും വരത്തില്ല, തെറ്റത്തില്ല. അപ്പം പിന്നെ ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പം മനസ്സിനകത്ത് കണക്കൂട്ടാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അല്ല, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണേ. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? -75 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് -1. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? നമുക്ക് 1 എന്ന ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടും. പിന്നെ നമുക്ക് എന്താ ചെയ്താൽ മതി? സൈൻ കറക്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ മെത്തേഡ് എന്താണ്? ഞാൻ പഠിപ്പിച്ചു തന്നെ എന്താണ്? -75 ഡിവൈഡഡ് ബൈ ഡാഷിനെ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ഇസ് ഈക്വൽ ടു -1. പിന്നെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നേ? എക്സ് ഇൻറ്റു -1 ഈക്വൽസ് എന്താണ് ഇവിടെ മോളിൽ കിടക്കുന്നത്? -75. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും നമ്മൾ? -75. ഇവിടെ ഇൻറ്റു ആണ് കിടക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡിവിഷൻ ബൈ -1. എന്ത് കിട്ടി നമുക്ക് ആൻസർ? 75. ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? +75. അതെടുത്ത് ഇവിടെ എഴുതി വെച്ചാൽ മതി.
ഓക്കെ, നോക്ക് സൈനകത്തൊരു ഡൗട്ട് വരുന്നില്ല, ഒരു പ്രശ്നവുമില്ല. കറക്റ്റായിട്ട് ആൻസർ കിട്ടി, ആൻസർ എടുത്ത് അങ്ങ് എഴുതി വെച്ചാൽ മതി. മനസ്സിൽ ചെയ്ത് വെറുതെ സൈൻ തെറ്റിക്കണോ? അപ്പൊ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അങ്ങ് ചെയ്തുകൂടെ? ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? -206 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് 1. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. -206 ഡിവൈഡഡ് ബൈ അറിഞ്ഞൂടാത്തതിന് എക്സ് ആയിട്ട് എടുത്തു ഈക്വൽസ് 1. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എങ്ങനെ എഴുതും? എക്സ് ഇൻറ്റു 1 ഈക്വൽസ് -206. ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് വരും? -206 ഡിവൈഡഡ് ബൈ 1. എന്ത് കിട്ടും നമുക്ക് ആൻസർ? -206. എങ്ങനെ ഇവിടെ മൈനസ് വന്നത്? മൈനസ് ഇൻറ്റു പ്ലസ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അപ്പൊ ഇവിടെ എന്താണ് സൈൻ വന്നത്? മൈനസ്. അപ്പൊ നമുക്ക് ഇവിടെ എടുത്ത് ആൻസർ ചെയ്ത് കൂടെ? -206. അടുത്ത ക്വസ്റ്റ്യൻ -87 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് 87. നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽസ് ഇതാണ് 87. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എക്സ് ഇൻറ്റു 87 ഈക്വൽസ് എന്താണ് ഇവിടെ മുകളിൽ കിടക്കുന്നത്? -87. ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കണം. therefore x is equal to -87 ഡിവൈഡഡ് ബൈ 87. എന്തോ കിട്ടി നമുക്ക് ആൻസർ? ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ? 1. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? -1. അപ്പൊ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഡിവൈഡഡ് ബൈ 1 ഈക്വൽസ് -87. അപ്പൊ നമുക്ക് ഡാഷ് ഫസ്റ്റ് ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിൽ എന്താ കൊടുക്കാം? എക്സ്. അതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ഡിവൈഡഡ് ബൈ എന്താണ്? 1 ഈക്വൽസ് നമ്മുടെ ആൻസർ എന്താണ്? -87. അപ്പൊ നമുക്കറിയാം ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന്. പിന്നെ ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x is equal to 1 into -87. ഇതെങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സിനെ പുറത്തെടുത്തു. നേരത്തെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് താഴെ കിടക്കുന്നതിനായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ചെയ്തത്. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മുകളിലത്തെ നമ്പറാണ്. മുകളിലത്തെ നമ്പർ ആയപ്പോൾ കുറച്ചും കൂടി ഈസി ആയി. ആ എക്സിനെ ഇനി പുറത്തെടുക്കുക, ഇങ്ങനെയുള്ളത് തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1 into -87 നമുക്ക് എന്താ കിട്ടും? 87 into 1 എന്താണ്? 87. ഇനി ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? -87. കണ്ടോ? ക്ലിയർ ആയിട്ട് സൈൻ തെറ്റാതെ നമുക്ക് വരുന്നത് കണ്ടോ ആൻസർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത എന്താണ്? ഡാഷ് ഡിവൈഡഡ് ബൈ 48 ഈക്വൽസ് -1. ഇവിടെയും ഫസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അറിഞ്ഞൂടാത്തതിന് എക്സ് ആയിട്ട് എടുത്തു. ഡിവൈഡഡ് ബൈ 48. നമ്മുടെ ആൻസർ എന്താണ്? -1. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 48 into -1. 48 ones are 48. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ആൻസർ കിട്ടി? -48. കറക്റ്റ് അല്ലേ? ഇതാ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. -48 ഡിവൈഡഡ് ബൈ 48 എന്ത് കിട്ടും ആൻസർ? 1. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. കണ്ടോ? നമ്മുടെ ആൻസർ കറക്റ്റ് ആയില്ലേ? നമുക്ക് സൈനിനകത്ത് തെറ്റോ എന്നുള്ളത് തോന്നലും വരുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 20 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് -2. അപ്പൊ സെക്കൻഡ് വൺ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എഴുതാം 20 ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് അറിഞ്ഞുകൂടാത്തതിന് എക്സ് ആയിട്ട് എടുക്കണം. ഈക്വൽ ടു -2. പിന്നെ എന്താണ് ചെയ്യേണ്ടുള്ളത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു -2 ഈക്വൽസ് 20. കണ്ടോ? ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എക്സ്. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 20. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഡിവിഷൻ. ഡിവൈഡഡ് ബൈ -2. എന്ത് കിട്ടും നമുക്ക്? 10 അല്ലേ? ഇനി എന്താണ് സൈൻ നോക്കണം. ഒന്നുമില്ലെങ്കിൽ ഇവിടെ പ്ലസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? -10. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ചെയ്യാം.
അടുത്ത എന്താണ്? ആദ്യത്തേതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അത് എക്സ് ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് -3. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു -3. 4 3s ആർ എത്രയാണ്? 12. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ എന്താ കിട്ടി നമുക്ക് ആൻസർ? -12. കണ്ടോ? ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഈ മെത്തേഡ് വഴി ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ പറഞ്ഞു വന്ന കാര്യങ്ങള്? അപ്പം കുറച്ച് ടെൻഷനിൽ എക്സാം ടൈമിൽ ഇരിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.